ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ മുതുവാൻകുടി പ്രദേശത്തെ ജൈവ കർഷകനായ ശ്രീ ജോർജ് വർഗീസ് അദ്ദേഹത്തിന്റെ സമ്മിശ്ര കൃഷിയിലെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ മുതുവാൻകുടി പ്രദേശത്തെ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ജോർജ് വർഗീസ് ആട്ടപ്പറമ്പിൽ. അദ്ദേഹം സമ്മിശ്ര രീതിയിലാണ് കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് എന്തെല്ലാം കൃഷിയിലാണ് സജീവമായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ജോർജ് ചേട്ടാ. നമസ്കാരം സാർ. ജോർജ് ചേട്ടന് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കൃഷികൾ എന്തൊക്കെയാണ്? എനിക്ക് ഇപ്പോൾ സമ്മിശ്രമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. കുരുമുളക്, ഏലം, ജാതി, കാപ്പിയുണ്ട്. ചന്ദ്രഗിരി എന്ന് പറയുന്ന വെറൈറ്റി കാപ്പി, പിന്നെ ക്ലോവ്, നട്ട്മക്ക്, അങ്ങനെ എല്ലാത്തരം കൃഷികളും ഉണ്ട്. വാഴയുടെ 2-3 വെറൈറ്റി ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ പറയുവാണെങ്കിൽ ലോങ്ങൻ, അബിയു, ദുരിയാൻ, പിന്നെ നാരകങ്ങളുടെ കുറേ വെറൈറ്റി ഉണ്ട്. സീഡ്ലെസ്, ലെമൺ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ തരത്തിലുള്ള കൃഷികളും ഉണ്ട്. കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ആരംഭിച്ചിട്ട് ഏകദേശം എത്ര വർഷങ്ങളായിട്ടുണ്ട്? ഞങ്ങളൊരു 10-14 വർഷമായിട്ട് ഇത് കാർഷിക വൃത്തിയിലേക്ക് വന്നിട്ടുള്ളൂ. ഇതിനു മുമ്പ് എൻ്റെ ഫാദർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ. 2000 മുതൽ ഞങ്ങൾ നല്ലപോലെ കൃഷി ചെയ്യാൻ തുടങ്ങി. അതുവരെ അച്ഛനായിരുന്നു ഈ കൃഷിയെല്ലാം ശ്രദ്ധിച്ചിരുന്നത് അല്ലേ? അപ്പോൾ ജോർജ് ചേട്ടൻ പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? എത്ര വരെ പഠിച്ചു? ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി ബോർഡിൽ കുറേ നാൾ ജോലി നോക്കിയിരുന്നു. കഴിഞ്ഞിട്ട് വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം എങ്ങും പോയില്ല. ഞാനും ഭാര്യയും കൂടിയാണ് കൃഷിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നല്ലൊരു ഫാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഏതാണ്ട് 2000 മുതൽ 2018 വരെയും നല്ല ക്ഷീരകർഷക രംഗത്തോ ഞങ്ങൾക്കൊരു ഫാം ഉണ്ടായിരുന്നു, പശു ഫാം ഉണ്ടായിരുന്നു. 2018 പ്രളയത്തിൽ കുറച്ച് നാശനഷ്ടം ഉണ്ടായപ്പോൾ ഞങ്ങൾ ആ ഫാം പരിപൂർണമായിട്ട് നിർത്തി. ആത്മയുടെ ക്ഷീരകർഷക അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എത്ര പശുക്കളെ വരെ പരിപാലിച്ചിരുന്നപ്പോൾ? എനിക്ക് ഒരു 9 പശു വരെ ഉണ്ടായിരുന്നു. 70 ലിറ്റർ പാല് ഞങ്ങൾ ആവറേജ് ഇവിടെ ഹൈ റേഞ്ച് ഡയറിയിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഒരു ദിവസം. പിന്നീട് ഈ പ്രളയം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇതിന് പ്രതികൂലമായി ബാധിച്ചതുകൊണ്ട് ഫാം നിർത്തുകയായിരുന്നു. പ്രളയത്തിൽ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു. തൊഴുത്ത് പോയി, പിന്നെ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് താണുപോയി. അങ്ങനെ മണ്ണിടിഞ്ഞ് കുറേ നാശനഷ്ടം ഉണ്ടായി. നമ്മുടെ ഈ വീട് മുഴുവൻ മണ്ണിടിഞ്ഞ് വീഴുമായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ പിന്നെ നമുക്കൊരു പുനരുദ്ധാരണത്തിന് പറ്റുന്ന രീതിയിൽ ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെ ഒരു സഹായം നമുക്ക് ലഭിച്ചില്ല. ക്ഷീര വികസന കോർപ്പറേഷൻ നമുക്ക് 1000 രൂപയാണ് കിട്ടിയ നഷ്ടപരിഹാരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അതിൻ്റെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞങ്ങളത് പരിപൂർണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഈ പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ കുറച്ച് തിരുവല്ലയായിരുന്നു ഞാൻ കൂടുതൽ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തൂവിൽ കുറച്ച് പഠിച്ചു. പിന്നെ ചെങ്ങന്നൂർ ബേസ് ചെയ്താണ് പഠിച്ചതൊക്കെ. കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് സജീവമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് 2000 മുതലാണ്. അപ്പോൾ അന്നൊക്കെ എന്തെല്ലാം കൃഷികളായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നു? കുരുമുളകായിരുന്നു. എൻ്റെ ഫാദർ കൃഷി ചെയ്ത സമയത്ത് ഏതാണ്ട് ഒരു 1 മീറ്റർ അകലത്തിൽ ഈ പറമ്പ് മുഴുവൻ ഏതാണ്ട് ഒരു 6 ഏക്കറോളം സ്ഥലം നിറച്ച് പ്ലാവുകൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാവിട്ട് നിർത്തിയേക്കുമായിരുന്നു. പുള്ളി അതിൻ്റെ ഇടവഴി ചെറിയ കാപ്പി അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ഹൈടെക് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ള രീതിയിൽ ഞാൻ പന്നിയൂർ 1 എന്നുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠൻ മുന്നൂർപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആതിരപ്പള്ളി അടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പോയി എൻ്റെ ഒരു ഫുൾ ജീപ്പിനും കൊടിത്തല കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. അത് ഞങ്ങൾ ഇവിടെ തവാരണ ചെയ്തു. അതിനകത്ത് പുതിയ രീതിയിൽ അതിൻ്റെ വിത്ത് ഉൽപ്പാദനം ചെയ്താണ് ഞങ്ങൾ നട്ടത്. അങ്ങനെ മുഴുവൻ കുരുമുളകായിരുന്നു. ഞങ്ങളൊരു 125 കിലോ കുരുമുളക്, ഒരു 10-10000 കിലോ വരെ ഞങ്ങൾ പറിച്ചു. അങ്ങനെ ഞങ്ങളൊരു 12 വർഷത്തോളം നല്ലപോലെ കൃഷി ചെയ്തു. 125 കിലോ കുരുമുളക് നമുക്ക് പറിക്കാൻ പറ്റി. അപ്പോൾ കുരുമുളക് അങ്ങനെ കുറേ നാൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പണിക്കാർക്ക്, നാടൻ പണിക്കാർക്ക് കൂലി കൂടുതലായതുകൊണ്ട് നമുക്കത് മുതലാകത്തുകൊണ്ടും ഹിന്ദിക്കാരായിരുന്നു, നമുക്ക് ജാർഖണ്ഡുകാർ കുറേ പിള്ളേരായിരുന്നു കൃഷിക്ക് സഹായിച്ചിരുന്നത്. കുരുമുളക് അങ്ങനെ ഒരു 6-7 വർഷം നമ്മൾ തുടർച്ചയായിട്ട് നോക്കി നടന്നു. കുരുമുളകിന് ഇടയ്ക്ക് അങ്ങ് വില കുറഞ്ഞു പോയി, 290 രൂപ വരെയൊക്കെ വന്നു. അപ്പം നമുക്ക് ആ കൃഷി നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു. എങ്കിലും നമ്മളത് നഷ്ടത്തിലേക്ക് വന്നാലും നമ്മളത് കളയാതെ തന്നെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച്
നമ്മളെ ഏലമാണ്, മുഴുവൻ ഏലമാണ് ഇതിനകത്തോട്ട്. കുരുമുളകുണ്ട്. അപ്പം അറിയാമല്ലോ സാറിന്, ഈ കൈയെത്തുന്ന ദൂരം വരെ കുരുമുളകിന് ഇലയില്ല, അതിന് മുകളിലോട്ടാണ് കുരുമുളക്. അപ്പം മരത്തിൽ കുരുമുളകുണ്ട്, ഇപ്പോഴും കുരുമുളകുണ്ട്. പിന്നെ അതിനകത്തൊന്ന് ഞാൻ നല്ല ഇനം ജാതികൾ, ബഡ് ചെയ്ത ജാതികൾ കൃഷി ചെയ്തു. കുറേ ജാതിയുണ്ട്, നല്ലപോലെ ഏതാണ്ട് ഒരു 125ഓളം ജാതി നല്ലപോലെ കായ്ക്കുന്ന ജാതിയുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഫാബ്, അങ്ങനെ മുന്തിരി, അങ്ങനെ പറയുന്ന പുതിയ പുതിയ വെറൈറ്റി ജാതികളും ഇതിൻ്റെ കൂടെ കൃഷി ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇടസ്ഥലത്തൂടെ ഗ്രാമ്പൂ ഉണ്ട്, നല്ലപോലെ ഗ്രാമ്പൂ ഉണ്ട്. പിന്നെ ഉള്ളത് പഴവർഗ്ഗങ്ങളാണ്, ദുരിയാൻ, ലോങ്കൻ, അബിയു, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളും നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കുരുമുളക് പന്നിയൂർ വണ്ണാണ് കൃഷി ചെയ്തതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ പന്നിയൂർ വണ്ണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ പന്നിയൂർ ആ സെഗ്മെന്റിലുള്ള വെറൈറ്റിയാണ് ഇന്ന് വരെ കണ്ടതിലേക്ക് ഏറ്റവും നല്ല കുരുമുളക്. അതിനകത്തുനിന്ന് പന്നീർ 7 എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്, 4ഉം 7ഉം. അതാണ് ഞാൻ കൂടുതലും ഉള്ളത്. പന്നിയൂർ വണ്ണുകളിൽ ആഞ്ഞിലയിലൊക്കെ കയറിയാൽ ഏറ്റവും മണ്ട വരെ കയറിപ്പോവും. ഏറ്റവും നല്ല കയറ്റമുള്ള കുരുമുളകാണ്. നമ്മൾ ഇടയ്ക്ക് കെട്ടിക്കൊടുക്കൊന്നും വേണ്ട. വേണ്ട, കെട്ടണ്ട. നമ്മളൊരു 5 അടി വരെ നമ്മളൊന്ന് കെട്ടി കൊടുത്ത് ശ്രദ്ധിച്ചാൽ മതി. ഒരു 1.5 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവന് അതിൻ്റെ ക്ലൈംബിംഗ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ള റൂട്ടാണ്, ശരിക്കും ഇരുമ്പ് പോലാണ് അതിൻ്റെ ക്ലൈംബിംഗ് റൂട്ട്സ്. അങ്ങനെയുള്ള കൊടികൾ വളരെ ചുരുക്കമാണ്. ഈ കരിമുണ്ടയൊക്കെ വളരെ ലോലമാണ്, അതിൻ്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈംബിംഗ് റൂട്ട് വിട്ടുപോകും, നമ്മളപ്പോൾ കെട്ടേണ്ടി വരും. പന്നിയൂർ സെഗ്മെന്റിലുള്ള പന്നിയൂർ 1, 4, 7 ഇതൊന്നും കെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. എവിടം വരെ മരം ഉണ്ടോ അതിൻ്റെ തുഞ്ച വരെ കയറും. തുഞ്ച വരെ കയറുന്നത് നമുക്ക് കെട്ടാഞ്ഞിട്ട് അതിൻ്റെ കൈവരികളിൽ കൂടി അതിൻ്റെ സൈഡ് കമ്പി കൂടെയും കയറിപ്പോകും. അതൊന്നും നമുക്ക് പറിക്കാൻ പറ്റിയല്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് പറിക്കാൻ പറ്റുന്നത് 6 മീറ്റർ ഇരുമ്പേണിയാണ്, അതിൻ്റെ ഫൈബർ ഏണി 6 മീറ്ററാണ് നമുക്ക് പറിക്കാൻ പറ്റുന്നത്. ഒരു 3 മീറ്റർ കൂടെ അതിൻ്റെ പറിക്കുന്ന രീതിയിൽ പിള്ളേർ പറിക്കും, ഹിന്ദിക്കാർ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ വീണ് കിട്ടും. ഞാൻ ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. ചുവട്ടിൽ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം എല്ലുപൊടി, ചാണകപ്പൊടി ഇത് മാറി മാറി ഇട്ട് കൊടുക്കും. ഒരു 4 അടി അകലത്തിൽ കോഴിക്കാഷ്ടവും ഇട്ട് കൊടുക്കുന്നതല്ല, ഇതൊക്കെ നമ്മൾ വാങ്ങുന്നതാണ് ചെയ്യുന്നത്. നേരത്തെ നമുക്ക് കൃഷിയുള്ളപ്പോൾ ഇടുമായിരുന്നു. ഇപ്പം ഈ വർഷം 2 വർഷമായിട്ട് ഞാൻ ഈ ഏലത്തിന് ഉള്ള കൃഷിയാണ്, അതിൻ്റെ വളമാണ് ഇതിന് കൊടുക്കുന്നത്. അതിന് സെപ്പറേറ്റ് വളം കൊടുക്കാറില്ല. പന്നിയൂർ ഇനം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വർഷമാകുമ്പോഴത്തേക്കും നമുക്ക് വിളവ് എടുക്കാൻ സാധിക്കും? സാധാരണ ഹൈറേഞ്ചിൽ ഒരു കൃഷി അനുസരിച്ച്, നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള കൃഷി അനുസരിച്ച് 3-ാം വർഷം കൊടിയിൽ നിന്ന് വിളവ് കിട്ടുക എന്നുള്ളതാണ്. പന്നിയൂർ സെഗ്മെന്റിലുള്ള കൊടികളെല്ലാം ഒരു 5 അടി ഉയരത്തിൽ വരുമ്പോഴത്തേക്കും ഒരു 7-8 തിരികൾ 2-ാം വർഷം തന്നെ കായ്ക്കും. 3-ാം വർഷം ഒരു നല്ല കായായിരിക്കും. 5, 6, 7 വർഷത്തിൽ നല്ല പോലെ കായ് വരും. എനിക്ക് ഏതാണ്ട് 99 ഇട്ട കുരുമുളക് തൊട്ട് എൻ്റെ കയ്യിലുണ്ട് ഇപ്പം. എന്നാൽ അതിനോടൊപ്പം ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി, ചെങ്ങന്നൂർ മുണ്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അത് 1975 എൻ്റെ ഫാദർ കൃഷി ചെയ്ത കുരുമുളകും ഇപ്പോഴവിടെ നിൽപ്പുണ്ട്. വിളവെടുപ്പ് നമുക്ക് ഇപ്പോൾ 2-ാം വർഷം മുതൽ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. എല്ലാ വർഷവും ഈ പന്നിയൂർ ഇനം കുരുമുളക് കായ് തരുന്നു? ഒരേ രീതിയിലുള്ള ഈൽഡ് എല്ലാ വർഷവും കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടുന്ന ചില കൊടികളും ഉണ്ട്. പന്നിയൂരിലെ തന്നെ ചില കൊടികളുണ്ട്, അതിൻ്റെ തണലും ഒക്കെ ക്രമീകരണം അങ്ങനെയുള്ള രീതിയിൽ. ഞാനിപ്പോൾ ഈ പ്ലാവ് ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും കമ്പുകൾ കോതി ഇറക്കാറില്ല. അപ്പം അതിനകത്ത് ഈ പരാഗണം നടക്കുന്നതിൻ്റെ ഒരു ചെറിയ വിഷയമുണ്ട്. മഴ അതിനകത്ത് തഴുകി ഒഴുകി മഴ വെള്ളം വീണെങ്കിലേ പരാഗണം നടക്കത്തുള്ളൂ. കൊടികളിൽ അങ്ങനെയാണ്. അതിൻ്റെ പരാതങ്ങളും ആൺപൂവും പെൺപൂവും ഒക്കെ ഈ മഴവെള്ളം ഉണ്ടെങ്കിൽ നല്ല പരാഗണം നടക്കുന്നത്, അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പം അതിൻ്റെ ഈ പ്ലാവിൻ്റെ കീഴിൽ നിൽക്കുന്ന കൊടികളായതുകൊണ്ട് കുറച്ച് വിഷയം ഉണ്ട് അതിനകത്ത്, കമ്പുകൾ കോതി നിർത്താത്ത കൊണ്ട്. എന്നാൽ തന്നെ എല്ലാ വർഷവും ഒരേപോലത്തെ ഈൽഡ് പന്നിയൂറിൽ നിന്ന് കിട്ടാറില്ല. അങ്ങനെ കിട്ടുന്ന കരിമുണ്ട, ചെങ്ങന്നൂർ മാത്രമേ ഉള്ളൂ. അത് കായ്ക്കും, ഒരേ രീതിയിലുള്ള കായകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ 1.5 കൊല്ലങ്ങളിൽ അതിൻ്റെയും കൂടെ വിളവ് കൂട്ടി കിട്ടും പന്നിയൂർ. അപ്പോൾ പ്രധാനമായിട്ടും 1.5 വർഷത്തിലാണ് ഈ പന്നിയൂർ ഇന കുരുമുളകുകൾ വളരെ നന്നായിട്ട് കായ്ഫലം തരുന്നത്, അല്ലേ? പിന്നെ പന്നിയൂറിൻ്റെ 2-3 ഗുണങ്ങളുണ്ട്. നമ്മൾ ഈൽഡ് എടുക്കുമ്പോൾ, വിളവെടുക്കുമ്പോൾ, അതായത് കുരുമുളക് പറിച്ചെടുക്കുമ്പോൾ ഈ പന്നിയൂറിൻ്റെ ഉതിരുമണികൾ, അതായത് കൊഴിഞ്ഞു പോകുന്ന മണികൾ വളരെ കുറവാണ്, തുലവും കുറവാണ്, ഒന്നും പോകാറില്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ നമുക്ക് മുളക് മെതിക്കുന്നത്, അതായത് അതിൻ്റെ ചരട് വേർതിരിച്ചെടുക്കുന്നത് മെഷീനിലാണ്. എനിക്ക് ഒരു കുരുമുളക് സമിതിയുടെ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ഹരിതം എന്ന് പറയുന്ന ഒരു കുരുമുളക് സമിതിയുണ്ട് ഇവിടെ വെള്ളത്തോൽ കൃഷിഭവൻ്റെ കീഴിൽ. അപ്പം നേരത്തെ ഇരുന്ന ഒരു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു, ഒരു ജയന്തി മാഡം. ഇപ്പം അവർ AD ആണ്, അഡീഷണൽ ഡയറക്ടറായിട്ട് ദേവുകുളം അഡീഷണൽ ഡയറക്ടറാണ്. അപ്പോൾ അവർ നമുക്കൊരു കുരുമുളക് മെതി യന്ത്രം തന്നിട്ടുണ്ടായിരുന്നു.
ആ മെതിയന്ത്രത്തിലിട്ട് പന്നിയൂർ വൺ മെതിക്കുമ്പോൾ അതിൻ്റെ എത്ര പഴുത്താണെങ്കിലും അതിൻ്റെ തൊലി പോകാതെ കിട്ടും. അതേസമയം ബാക്കി കരിമുണ്ട, ചെങ്ങന്നൂരിൻ്റെ ഒക്കെ ആണെങ്കിൽ തൊലികൾ പോകും. അപ്പോൾ പന്നിയൂർ എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചതിലേക്കും ഏറ്റവും നല്ല അത്യുൽപാദന ശേഷിയുള്ള ഒരു വിളവിനമാണ് പന്നിയൂർ 1, 4, 7 ഇതൊക്കെ. ഇത് നമ്മൾ പരിപാലിക്കുമ്പോൾ ഇത്രയും ഉയരത്തിൽ പൊങ്ങി കഴിയുമ്പോൾ 6 മീറ്റർ വരെയുള്ള ഏണി വെച്ച് കയറി പറിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത് വെള്ളക്കുരുമുളക് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അത് ഒരു പ്രാവശ്യം ശ്രമിച്ചിരുന്നു. അതിൻ്റെ മെനക്കേടും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതിൽ ഭേദം ബ്ലാക്ക് ആയിട്ട് കൊടുക്കുവാണ്. പിന്നെ ഞാൻ ജൈവ രീതി കൃഷി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു 500 രൂപ ആവറേജിൽ നമുക്കത് കൊടുക്കാമായിരുന്നു ഇതുവരെ. ഇപ്പോൾ അവരൊരു 1000 രൂപയുടെ അടുത്ത് 850 രൂപ വരെ വാങ്ങിക്കാൻ ആളുണ്ട്. മൊത്തം എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷികൾ ചെയ്യുന്നത്? ഞാൻ 5 ഏക്കർ സ്ഥലമാണ് നല്ലപോലെ. എനിക്കൊരു 7 ഏക്കർ സ്ഥലമുണ്ട്. 5 ഏക്കർ സ്ഥലത്താണ് നല്ലപോലെ കൃഷി ചെയ്യുന്നത്. അതിനകത്ത് 7 ഏക്കറിലും കുരുമുളക് ഉണ്ടെങ്കിൽ 5 ഏക്കർ നല്ലപോലെ പരിപാലിച്ചാണ് കൃഷി ചെയ്യുന്നത്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। പിന്നെ അതിന്റെ ഇടയ്ക്ക് തന്നെയാണ് ഏലം കൃഷി ചെയ്യുന്നത് അല്ലേ? ഇപ്പം മുഴുവൻ ഏലമാണ്. ഇപ്പം സ്ഥലത്തിന്റെ 1 ഇഞ്ച് പോലും വേസ്റ്റ് ഇല്ലാതെ സ്ഥലം മുഴുവൻ ഏലകൃഷിയാണ്. 7 ഏക്കർ സ്ഥലവും ഏലം കൃഷി ചെയ്തിരിക്കുവാണ്. ഏതിനും ഏലമാണ് കൃഷി ചെയ്തിട്ടുള്ളത്? ഞാൻ ഞള്ളാനിയാണ്. എനിക്ക് വേറൊരു സ്ഥലത്ത് ചെറിയ കൃഷി ഉണ്ടായിരുന്നു, ശാന്തമ്പാറ സൈഡിൽ. അപ്പം അതിനകത്ത് തിരുതാളി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിനകത്തുണ്ട്. ഞള്ളാനിയും തിരുതാളിയുമാണ് കൃഷി ചെയ്യുന്നത് അല്ലേ? ഞള്ളാനിയും തിരുതാളിയും തമ്മിൽ ഏതാണ് കൂടുതൽ മെച്ചമായിട്ട് തോന്നുന്നത്? ഞങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥ, മുതുവാൻകുടി കാലാവസ്ഥയ്ക്ക് പറ്റുന്നത് ഞള്ളാനിയാണ്. ഞള്ളാനി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ അകലം, അതുപോലെ മൾച്ചിങ് ഇട്ട് കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ കൃഷി ചെയ്ത് വരുമ്പോൾ ഈ സമ്മിശ്ര കൃഷി ആയതുകൊണ്ട് ജാതി, കുരുമുളക്, കാപ്പി, പിന്നെ അതിൻ്റെ തെങ്ങ്, ഇതെല്ലാത്തിനെയും പരിപാലിച്ച് നോക്കിക്കൊണ്ട് വേണം കൃഷി ചെയ്യാൻ. അപ്പം എനിക്ക് അങ്ങനെ ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. ചിലത് 5 അടി അകലത്തിലുള്ളതുകൊണ്ട് 10 അടി അകലത്തിലും ഉള്ളതുണ്ട്. അപ്പം ഇതിൻ്റെ ഇടവഴിയാണ് എല്ലാം കൂടെ കൃഷി ചെയ്യുന്നത്. ഏലവും അതുപോലെ തന്നെയാണ്? ഏലവും അതുപോലെ തന്നെയാണ്. എല്ലാം പല അകലത്തിലാണ്. അല്ലാതെ ഒരു നിരയായിട്ട് ഒന്നും ഒപ്പിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതിന് ഇടവഴി എനിക്ക് ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി കോഫി ബോഡിന് തന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അതും ഇതിന് ഇടവഴി തന്നെയുണ്ട്. അത് എത്രമാത്രം തൈകളുണ്ടാവും? ചന്ദ്രഗിരി ഏതാണ്ട് ഒരു 1000-ഓളം എണ്ണം ഉണ്ട്. നല്ല വിളവ് ലഭിക്കുന്നുണ്ടോ? നല്ല വിളവെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ അതിന് പൊങ്ങത്തുള്ളൂ. 1 മീറ്റർ റേഡിയസിൽ അത് വളരത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ശല്യമില്ല, വേറൊരു വിളകൾക്ക് ശല്യമില്ല. അതേസമയം റോബസ്റ്റ കാപ്പി ആണെങ്കിൽ ഇത് മനുഷ്യരെക്കാൾ വലുതായിട്ട് വളർന്നു പോകും. ഒരു സെന്റ് സ്ഥലം വേണം ഒരു കാപ്പി നിൽക്കാൻ. അതിനൊക്കെ നോക്കുമ്പോൾ ഇത് ചെറിയ രീതിയാണ്. കാപ്പിയും ഉണ്ട് നമുക്ക്. ഈ വർഷത്തെ കാപ്പിയുടെയൊക്കെ വില അനുസരിച്ചിട്ട് നമുക്ക് നല്ല ഒരു ആദായം ലഭിക്കുകയും ചെയ്യും. നല്ല ആദായം ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു നഴ്സറി ഉണ്ട്. ആവശ്യക്കാർക്ക് നമ്മൾ ആ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കും. അത് പന്നിയൂർ 4, 7 വെറൈറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ വർഷം നമ്മൾ ഏതാണ്ട് ഒരു 1000-ഓളം തപാരണക്കൂടുകൾ കൊടുത്തിരുന്നു. ഇതെല്ലാം ജോർജ് ചേട്ടൻ തന്നെയാണോ ചെയ്യുന്നത്? ഞാനും എൻ്റെ വൈഫും കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് പണിക്കാരുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല, വിദേശത്ത് പഠിക്കുവാണ്. ഒരാൾ നാട്ടിലും പഠിക്കുവാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. കൃഷി ചെയ്യാനായിട്ട് നോക്കാൻ പണിക്കാരുണ്ട്. അവരുണ്ടായ സമയത്ത് മണ്ണ് നിറയ്ക്കാനും ഒക്കെ കുട്ടികളും കൂടുമായിരുന്നു. ഞങ്ങൾ ആദ്യമൊക്കെ ഒരു 10-20,000 തൈകൾ പന്നിയൂർ സെഗ്മെൻറ്റിൻ്റെ വെറൈറ്റി ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പം അത് കുറച്ച് കൊണ്ടുവന്ന് 2000 തൈ അത് ആവശ്യക്കാരുണ്ട്, നേരത്തെ പറയും, അത് നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കും. പിന്നെ വെള്ളത്തോൽ കൃഷിഭവനിൽ നിന്ന് പറഞ്ഞു വിടും, ഇന്നടത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കോപ്പി
ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഏലത്തിന്റെ ഇപ്പോഴത്തെ വില നമുക്ക് കൂടുതൽ മുന്നോട്ട് കിട്ടുവാനായിട്ടുള്ള സാധ്യതയുണ്ടോ? എന്താണ് തോന്നുന്നത്? ഞാൻ ഒരു ഏലത്തിന് വില കുറഞ്ഞുള്ള സമയത്തും ഒരു 2000 രൂപ തോതിൽ ഏലക്കായ എടുക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു, ജൈവ കൃഷിയുടെ ഏലം. അപ്പം അവർ വന്ന് നോക്കി, അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, നമുക്ക് ഇൻഡോസറിൻ്റെ സർട്ടിഫിക്കേഷൻ എനിക്കുണ്ട്. ഏലം അവർ വന്നൊന്ന് കത്തിച്ച് നോക്കി, അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ്, ഓയിൽ കണ്ടൻറ്റ് ഒക്കെ നോക്കിയിട്ടാണ് അവർ വില നിശ്ചയിക്കുന്നത്. 2000 രൂപ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു മോശമല്ലാത്ത വിലയായിരുന്നു. അങ്ങനെ നമ്മൾ പോകുമായിരുന്നു. ഈ ജോർജേട്ടന് ജൈവ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇൻഡോസാറ്റിന്റെ. അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് അറിവിന് വേണ്ടി ഒന്ന് പറയാം. കൃഷിഭവനിൽ നമുക്ക് കൃഷി ഓഫീസർ നമ്മളെ ഇവർ പറഞ്ഞു വിടുമായിരുന്നു. അപ്പം നേരിട്ട് വരുമായിരുന്നു. നേരിട്ട് വന്ന് നമ്മുടെ മണ്ണും സാമ്പിളും ഒക്കെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുമായിരുന്നു. നമുക്ക് രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് എത്ര രൂപ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്? നമ്മൾ നേരത്തെ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് കൃഷി വകുപ്പായിരുന്നു അതിൻ്റെ ഒരു സബ്സിഡി അടയ്ക്കുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു 300 രൂപയോ അങ്ങനെ കണ്ട് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ആളുകൾ അവർ വന്ന് നോക്കി എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇൻസ്പെക്ഷനൊക്കെ അവർ നടത്തുന്നത് ഒരു വർഷം 2 തവണ വരുമോ? ഒരു വർഷത്തിൽ 2 തവണ അവർ വരാറുണ്ട്. പിന്നെ ഇതിൽ വഴിയൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ കയറാറുണ്ട്. നമ്മളോട് വളരെ സുഹൃത്ബന്ധമാണ്. പിന്നെ ഇപ്പം ഈ സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റും. ഒരു സർട്ടിഫിക്കേഷനും ഇല്ലെങ്കിലും നമ്മളെ തേടി പ്രൈവറ്റ് ഏജൻസികൾ വരുന്നുണ്ട്. നമ്മളിൽ ഒരു വിശ്വാസത ആളുകൾക്കുള്ളത് കൊണ്ട് അങ്ങനെ ആളുകൾ വീണ്ടും അന്വേഷിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കോഴിക്കോട്, കണ്ണൂർ സൈഡിൽ നിന്ന് സൗദി അറേബ്യ, ഒമാൻ, ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ജൈവ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഒരുപാട് പ്രൈവറ്റ് ഏജൻസികൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്കതിൻ്റെ നൂലാമാലകളൊന്നുമില്ല. ഇവർ വരുന്ന നേരത്തെ വിളിച്ച് വരിക. അപ്പം ഇപ്പം ഓൺലൈനിൽ അങ്ങനെ വിൽക്കാൻ പറ്റും സാറേ. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ദുരിയാൻ മരമുണ്ട്. ഒരു മരം ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് 8 വർഷം മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. 6ാം വർഷമായപ്പോൾ അത് പൂവിട്ടു. 7ാം വർഷം കഴിഞ്ഞ വർഷം നല്ലപോലെ കായ്ച്ചു. ഒരു 80ഓളം കായ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓൺലൈനിലാണ് വിറ്റത് മുഴുവൻ. ഏതാണ്ട് ഒരു 700 രൂപ അപ്രകാരം ഒരു കായ്ക്ക്. 1.5 കിലോ മുതലുള്ള കായ ഉണ്ടായിരുന്നു. 4 കിലോ ഒക്കെ ആവുമെന്ന് പറയുന്നു. അപ്പോൾ 1.5 കിലോ വരെയുള്ള ഇതുണ്ടായിരുന്നു. ഞങ്ങൾ ഓൺലൈനിൽ മുഴുവൻ എണ്ണവും വിറ്റു. പിന്നെ പ്രാദേശികമായിട്ട് നാട്ടുകാർ അറിയണമല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു പഴമുണ്ടെന്ന് നമ്മുടെ നാടും അറിയണമല്ലോ. അതുകൊണ്ട് കുറച്ച് പേർക്ക്, സുഹൃത്തുക്കൾക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ ആനച്ചാൽ മാർക്കറ്റിൽ ഒരു 5-8 എണ്ണം കൊടുത്തു. മൂന്നാറിലൊരു കടക്കാരനുണ്ട്, അയക്കും ഒരു 10 എണ്ണം കൊടുത്തു. അത് 500 രൂപ പ്രകാരം ഞങ്ങൾ കൊടുത്തു, നമുക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം അതറിയാം. അതിന് നല്ല ചൂടപ്പം പോലെ അത് വിറ്റുപോയി. ഈ അബിയു കൂടുതൽ വിൽപ്പനയ്ക്ക് മാത്രമുണ്ടോ? ഇല്ല, നമ്മൾ ഇതുവരെ ഞങ്ങൾ അബിയു കൊടുക്കാൻ തുടങ്ങിയില്ല. അബിയു നമുക്ക് നല്ലപോലെ തിന്നാം. ഒരു ദിവസം നമുക്ക് 3, 4, 5 എണ്ണം തിന്നാലും കുഴപ്പമില്ല. പിന്നെ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് വരുന്നവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ദുരിയൻ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് സ്വർഗത്തിലെ പഴവും നരകത്തിലെ രുചിയും എന്നാണ് പറയുന്നത്. അതിനൊരു സ്മെല്ലുണ്ട്, വളരെ ബാഡ് സ്മെല്ലുണ്ട്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ അത് മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ പഴവർഗ്ഗങ്ങളുടെ എല്ലാം വിശാലമായ ഒരു ശേഖരമുണ്ട്. അതുപോലെ ഈ ജാതി കൃഷിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ജാതി ബഡ് ചെയ്ത ജാതിയാണോ കൃഷി ചെയ്തത്, അതോ സാധാരണ നാടൻ ജാതിയാണോ? ഞങ്ങൾ കാട്ടുജാതി വെക്കുമായിരുന്നു ആദ്യം. നമ്മുടെ ഹൈറേഞ്ചിന്റെ കാലാവസ്ഥ അനുസരിച്ച് കുറച്ച് തായ്വേലുള്ള സാധനമാണ് കാട്ടുജാതി. കാട്ടുജാതി വെച്ചിട്ട് പല സ്ഥലത്തു നിന്നും ആളുകളെ വിളിച്ച് അത് ബഡ് ചെയ്യിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ ഒരു അനിയൻ ചേലച്ചോട്ടിലുണ്ട്. അവൻ നല്ലൊരു കൃഷിക്കാരനാണ്. അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് സ്റ്റമ്പ് കൊണ്ടുവന്നാണ് ഞാൻ അതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് എനിക്ക്. എൻ്റെ ഒരു 10-15ഓളം വെറൈറ്റികൾ ഉണ്ട്. എല്ലാം നല്ല വെറൈറ്റിയാണ്. പിന്നെ അങ്ങനെ തീരെ മോശമുള്ളതും നാടൻ ജാതിയും ഉണ്ട്. അങ്ങനെ ജാതിയിലും നന്നായിട്ട് വിളവ് ലഭിക്കുന്നുണ്ട് അല്ലേ? ജാതിയിലും നല്ല വിളവ് കിട്ടുന്നുണ്ട്, നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ നിലവിൽ കായ്ച്ചു നിൽക്കുകയാണോ ജാതിയിൽ? അതെ, ഇപ്പം കായ്ച്ചു നിൽക്കുകയാണല്ലോ. നല്ലപോലെ കായുണ്ട്. ഈ വർഷം 1.5 വർഷങ്ങളിലായിട്ടാണ് നമ്മളത് കൃഷി മാറിയാണ് വളം കൊടുക്കുന്നത്. ഒരു വർഷം കോഴിക്കാഷ്ടം ഇട്ടാൽ പിറ്റേ വർഷം ചാണകം. അതിന് ഈ വർഷം ഞാൻ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടിയാണ് ഇട്ടത്. ഈ ഗ്രാമ്പു കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എത്രമാത്രം മരങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്? എനിക്കൊരു 40 മരമാണ് ഗ്രാമ്പു ഉള്ളത്. വലിയ മരങ്ങളാണ്. അതിൻ്റെ സമ്പൂർണ്ണമായിട്ടൊരു വിളവെടുക്കാൻ ഗ്രാമ്പുവിനെ സാധിച്ചിട്ടില്ല ഇതുവരെ. അതായത് അതിൻ്റെ വിളവ് ഒന്നും നമ്മളത് പറിച്ചു തീരുമ്പോഴത്തേക്ക് അതിൻ്റെ പൂ പൊട്ടിപ്പോവുകയും മുട്ട് മാറുകയും ഒക്കെ ചെയ്യും. പിന്നെ അതേലും ഒരു കാരണവശാലും ഏണി ചാരാൻ പറ്റുകയില്ല. അതൊരു വലിയ വിളവ് ആയിട്ട് നമ്മൾ നോക്കുന്നില്ല. സൈഡായിട്ട് കിട്ടുന്നു. ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞോ ഗ്രാമ്പു? ഇല്ല, ഇപ്പം കായ്ച്ചു നിൽക്കുവാണ്. പൂവായി മൊട്ട് പരുവം അങ്ങോട്ട് തീരുന്ന സമയമാണ്. ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ പറിച്ചെടുക്കും മുഴുവൻ. ഇതെല്ലാം ജോലികൾ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുത്തെ തദ്ദേശീയ തൊഴിലാളികളാണോ അതോ അന്യസംസ്ഥാന തൊഴിലാളികളാണോ? തദ്ദേശീയരില്ല. ഇപ്പം സമ്പൂർണ്ണമായിട്ട് എനിക്ക് ഒരു 5 വർഷം കൊണ്ട് തദ്ദേശീയരായിട്ടുള്ളവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഹിന്ദിക്കാരാണ്.
അവർക്കാണെങ്കിൽ ഒരു 500 രൂപ തോതിൽ ആവറേജ് കൊടുത്താൽ മതി. പിന്നെ യാതൊരു റിസ്ക് ഇല്ല. തദ്ദേശീയർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അവർക്കുള്ള അവരുടെ ചെലവുകൾ, അവരുടെ ജീവിത രീതി, അതൊക്കെ നമ്മൾ അവരുമായിട്ട് വഴങ്ങേണ്ടി വരുന്നു. അന്യദേശ തൊഴിലാളികൾ വരുവാണെങ്കിൽ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. കുടിവെള്ളം പോലും അവർ കൊണ്ടുവരുവാ കുപ്പിക്കകത്ത്. വൈകിട്ടാകുമ്പോൾ 500 രൂപ കൊടുത്താൽ മതി. അതുകൊണ്ട് അവരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പിന്നെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഒത്തിരി. തദ്ദേശീയരാണെങ്കിൽ ആ കൊടി, അതിൻ്റെ കണ്ണിക്കൊടി ഏതാണ്, അതിൻ്റെ കേറുതല ഏതാണ്, അത് പിടിച്ചു കെട്ടേണ്ട രീതികളും ഒക്കെ അവർക്കറിയാം. മുരിക്ക് വെട്ടിയിടുന്നതാണെങ്കിലും അത് എൻ്റെ സ്ഥലത്തോട്ട് വീഴിക്കണം എന്നൊക്കെ തദ്ദേശീയർക്കറിയാം. ഇവർക്കിതൊന്നും അറിയത്തില്ല. ഇവര് മുരിക്ക് വെട്ടുക എന്ന് പറഞ്ഞാൽ ആ ജീൻസിന്റെ ഒരു കൈ, ആ കാല് കീറി എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ആ മുരിക്കയിലൊക്കെ പിടിക്കുവാണ് മുള്ളേൽ, എന്നിട്ട് വെട്ടിയാണ് എടുക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നാടൻ ആൾക്കാരല്ലാത്തതുകൊണ്ട്, മണ്ണിന്റെ പരിചയമില്ലാത്തവരാണ് ഇവര്. കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ഒരു കുറവാണ് അല്ലേ? അതെ, കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. തദ്ദേശീയരാണെങ്കിൽ അതിന്റെ കൃഷിപ്പണികളുടെ എല്ലാ രീതികളും അറിയാം. പിന്നെ ഇവര് നമ്മൾ നിർത്തുവാണെങ്കിൽ ഏതെല്ലാം, ഇപ്പൊ ഒരു കാട് പറിക്കാൻ തന്നെ നിർത്തുവാണെങ്കിൽ ഏതൊക്കെയാണ് കാട് എന്ന് തദ്ദേശീയർക്കാണെങ്കിൽ അറിയാം. ഇവരത് ചെയ്യുകയല്ല. ഏലത്തിന്റെ കൃഷി രീതികളാണെങ്കിൽ ഇപ്പൊ കവാത്ത് എടുത്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് ജാതിയുടെ കമ്പ് കണ്ടു കഴിഞ്ഞാൽ അവർ വെട്ടിക്കളയും. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ കൂടെ നിൽക്കണം. പിന്നെ തന്നെയല്ല, ഒരു പ്രാവശ്യത്തെ ആൾക്കാരെ അല്ല പിറ്റേ പ്രാവശ്യം കിട്ടുന്നത് ഹിന്ദിക്കാര്. അവര് ഒരു പ്രാവശ്യത്തെ ആളും നമ്മളെ പഠിപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഇവൻ പോകും. പിന്നെ ഇവൻ ഒരു വർഷം കഴിഞ്ഞിട്ടേ പിന്നെ ഇവൻ വരത്തുള്ളൂ. എന്നാലും എനിക്ക് ആദ്യകാലത്ത് എനിക്ക് കൃഷി ഞാൻ തുടങ്ങുന്ന സമയത്ത് 2000 മുതൽ 2008 വരെ ഒരേ പണിക്കാർ 4 പേര് എനിക്കുണ്ടായിരുന്നു. അവരാണ് നമുക്ക് കൃഷി ചെയ്യാൻ സഹായിച്ചത് മുഴുവൻ. അപ്പം അവർ പോയേ ഇല്ല. അത്രയും വർഷം അവർ നിന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലതായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയത്. ഈ ഏലക്കായ വിളവെടുപ്പ് നടത്തുന്നതൊക്കെ ഹിന്ദിക്കാരെ ഉപയോഗിച്ചാണ്? അതെ അതെ അതെ, അവരതിന് നല്ല മിടുക്കരാണ്. അവർ നമ്മൾ അടിയിൽ നിന്ന് 3 കായ എടുക്കാൻ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് എടുക്കും. അത് ഒരു പിഞ്ചും വരത്തില്ല. പിന്നെ ധൃതിയില്ല. പിന്നെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക്, ഇപ്പോഴത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ വയസ്സായിട്ടുള്ള ആളുകളാണ് വരുന്നത്. അവർക്ക് ഇരിക്കാൻ വരെ കൊരണ്ടി കൊടുക്കണം, എഴുതേക്കാനും നടക്കാനൊന്നും പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ ഹിന്ദി മേഖലയിൽ നിന്ന് വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സുള്ള പിള്ളേരാണ്. അവർക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എടുക്കും. 30 കിലോ വരെ ഒരു കുഴപ്പമില്ലാതെ എടുക്കുന്നവരുണ്ട്, 35 എടുക്കുന്നവരും ഉണ്ട്. നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ 7 മുതൽ 8 ഒക്കെയാണ് എടുക്കുന്നത്. തദ്ദേശീയർക്ക് 600 രൂപ കൂലി കൊടുക്കണം. ഇവർക്ക് ആ എല്ലാ പണിക്കും ഒരേ കൂലിയാണ്. പൊതുവെ കാർഷിക രംഗം ഒരു ഉണർവിന്റെ പാതയിലാണെന്ന് തോന്നുന്നുണ്ടോ ജോർജ്? എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ജനറേഷൻ, ഞങ്ങളുടെ ഒരു ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വിളകളുടെ വില ഇപ്പോൾ പൊതുവെ മെച്ചപ്പെട്ട എല്ലാ ഇനങ്ങൾക്കും. അതെ, എല്ലാ ഇനങ്ങൾക്കും പൊതുവെ മെച്ചപ്പെട്ടതാണ് വില കിട്ടുന്നത്. എനിക്കൊരു 2 ഏക്കറുള്ള സ്ഥലം കൊക്കോയായിരുന്നു. ഒരു വിലയില്ലാഞ്ഞിട്ട് നമ്മളത് വെട്ടിക്കളയുമായിരുന്നു മുഴുവൻ. കൊക്കോയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നല്ലപോലെ വില കിട്ടി. ഞങ്ങൾക്ക് ഒരു 80,000 രൂപയോളം ഒരു കുറച്ച് കൊക്കേ ഉള്ളൂ. ഇപ്പൊ അവിടെ ഇവിടെ നിൽക്കുന്ന 10-20 കൊക്കോയേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടി. അപ്പൊ എല്ലാ മേഖലയിലും വില കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കർഷകർക്ക് പൊതുവെ ശുഭകരമായ ഒരു വർഷമാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? കുരുമുളകിന് വിലയുണ്ട്, അടക്കയ്ക്ക് വിലയുണ്ട്, കൊക്കോയ്ക്ക് വിലയുണ്ട്, ഏലക്കായ്ക്ക് വിലയുണ്ട്. അങ്ങനെ എല്ലാവിധ വിളകൾക്കും ഇപ്പോൾ ന്യായമായ വിലയുണ്ട്. എല്ലാ വിളകൾക്കും വിലയുണ്ട്. ഉൽപ്പന്നങ്ങൾ പലർക്കും ഇല്ലെന്ന് മാത്രം. അതെ അതെ അതെ, ഉൽപാദനമില്ല, ഉൽപാദനം കുറവ്. ഇപ്പൊ ഏലകൃഷിയിൽ മാത്രമാണ് ജനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ വേനൽ ഇങ്ങനെ നീണ്ടുപോയാൽ അതും അടുത്ത വർഷം എന്താവുമെന്നും അറിയാൻ പറ്റില്ല. ഞങ്ങൾ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നേരത്തെ ചെയ്തിട്ടാണ്. പറമ്പിന്റെ എല്ലാ മൂലയ്ക്കും വെള്ളം കിട്ടും. എനിക്ക് 2 കിണറുണ്ട്, ഒരു കുടൽ കിണറുണ്ട്, ഒരു കുളവും ഉണ്ട്. നനയ്ക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. പറമ്പിന്റെ എല്ലാ മൂലയ്ക്കും നമ്മൾ വാൽ വിട്ടിട്ടുണ്ട്. എവിടെ നിന്നും വെള്ളം കിട്ടും, നനയുണ്ട് നമ്മൾ. അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ഉണക്കൊന്നും ഏറ്റില്ല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം കിട്ടുന്നുണ്ടോ? 2000 രൂപ വീതം കിട്ടുന്നുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഞാൻ മേടിക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം കൃഷിഭവനിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു അത് വന്നിട്ടുണ്ട്, മേടിക്കണം എന്ന് പറഞ്ഞു. ഈ വർഷം തൊട്ട് ഞാനിത് കിട്ടുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്നൊക്കെയുള്ള സഹായങ്ങൾ, ഉപദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? കൃഷിഭവനിൽ നിന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്. വെള്ളത്തോൽ കൃഷിഭവൻ, മൂന്നാർ കൃഷിഭവന്, പള്ളിവാസൽ, ഇവിടെ നിന്നൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു ഓണറേറിയം ഒക്കെ കിട്ടും. അപ്പൊ ഇവര് വിളിക്കുമ്പോൾ നമ്മൾ പോയി അതിന്റെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കും. എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും. നമുക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും വൈഫും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. വൈഫ് എൻ്റെ ഷെർലി, മൂത്ത കുട്ടി PG ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വിദേശത്താണ്, കാനഡയിലാണ്. 2ാമത്തെ ആള് MSc സ്റ്റാറ്റിയാണ്, നിർമ്മല കോളേജ് മൂവാറ്റുപുഴ ഹോസ്റ്റലിലാണ്. ഞാനും വൈഫും മാത്രമേ ഇപ്പോൾ ഉള്ളൂ വീട്ടിൽ. വെള്ളത്തോൽ പഞ്ചായത്തിലെ മുതുവാൻകുടി പ്രദേശത്തെ ഒരു
സമ്മിശ്ര കർഷകനും ജൈവ കർഷകനും കൂടിയായ ജോർജ് വർഗീസ് ആട്ടപ്പറമ്പിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ മുതുവാൻകുടി പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോർജ് വർഗീസുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ക്യാപ്സിക്കം വൈഭവങ്ങൾ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ഭൂമുഖത്തെ ക്യാപ്സിക്കം കൃഷിക്ക്. ആകർഷകമായ വിവിധ നിറങ്ങളിൽ ക്യാപ്സിക്കം മുളക് ലഭ്യമാണ്. ചുവപ്പ്, മഞ്ഞ, പച്ച. ജീവക സമൃദ്ധമായ ക്യാപ്സിക്കം പല രോഗങ്ങൾക്കും കൺകണ്ട ഔഷധമായും വർത്തിക്കും. ക്യാപ്സിക്കത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും അധികമാവുകയില്ല. നിരന്തരം ക്യാപ്സിക്കം ഉപയോഗിക്കുന്നവരുടെ ചർമ്മം വളരെ മയമുള്ളതും യാതൊരുവിധ പുള്ളിയും പോറലും വീഴാത്തതുമായിരിക്കും. ധാരാളം ജീവകം എ ഉള്ളതിനാൽ നേത്രരോഗങ്ങൾ തടയാനും ഉപകരിക്കും. മറ്റൊരു കഴിവ് അർബുദ പ്രതിരോധമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ക്യാപ്സെയിൻ എന്ന സംയുക്തം അർബുദകാരികളായ കാഴ്സിനോജനുകളെ തടയുന്നു. ഉത്തമ വേദന സംഹാരി കൂടിയാണ് ക്യാപ്സിക്കം. ക്യാപ്സെയിൻസിൻ എന്ന സംയുക്തത്തിന് തൊലിപ്പുറത്ത് നിന്ന് സുഷുപ്ന നാഡിയിലേക്കുള്ള വേദനയുടെ പ്രസാരണം തടയുവാനും അങ്ങനെ വേദന അനുഭവിക്കുന്നത് ഒഴിവാക്കാനും കഴിയുന്നു. ദുർമേധസ് കൊണ്ട് പൊറുതിമുട്ടുന്നവരുടെ ചങ്ങാതിയാണ് ക്യാപ്സിക്കം. ഉപാപചയ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി അധിക ഊർജം അക്ഷരാർത്ഥത്തിൽ ക്യാപ്സിക്കം എരിച്ചു കളയുന്നു. അങ്ങനെ അമിത ശരീരഭാരം കുറയ്ക്കുന്നു. ഉദരാസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. കൂടാതെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവ കുറയ്ക്കുവാനും സഹായിക്കുന്നു. കേശവളർച്ചയ്ക്കും ക്യാപ്സിക്കം ഉത്തേജകമാണ് എന്ന സത്യം പലർക്കും അറിയില്ല. ക്യാപ്സിക്കത്തിൽ നിന്നും വേർതിരിക്കുന്ന സത്ത് മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ കഴിവുള്ളതാണ്. പോരാത്തതിന് മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യും. ക്യാപ്സിക്കത്തിന്റെ കാണാ കഴിവുകൾ ഇനിയും എത്രയോ നാം അറിയാനിരിക്കുന്നു എന്നല്ലാതെ എന്തു പറയാൻ. കാർഷിക അറിവുകൾ, ജോർജ് വർഗീസുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.